അല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് 9 വർഷങ്ങൾക്ക് മുൻപ് 2016 ജനുവരിയിൽ പ്രസ്തുത വിഷയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ സംഘടന അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട സംഘടനാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ്. 9 വർഷത്തിനിപ്പുറം 2025 അതിൽ പ്രത്യേകമായി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്നുള്ളതായിരുന്നു ഞങ്ങളോടുണ്ടായിരുന്ന SFIയോടുണ്ടായിരുന്ന മാധ്യമങ്ങളുടെ ചോദ്യം. 9 വർഷത്തിനിപ്പുറം ഞങ്ങൾ അതിനകത്ത് പുതുതായി ഒരു അഭിപ്രായം പറയേണ്ടുന്നതോ പുതുതായി എന്തെങ്കിലും അതിനകത്ത് അഭിപ്രായപ്പെടേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. 2016 SFI അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടിൽ നിന്ന്, അന്ന് SFI പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കേണ്ടുന്ന സാഹചര്യം 2025 ഫെബ്രുവരി മാസത്തിലില്ല. അന്ന് SFI സ്വീകരിച്ച നിലപാട്, അന്ന് SFI സ്വീകരിച്ച നടപടികൾ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തത ഉണ്ടാകും. അതിനപ്പുറത്തേക്കൊരു നിലപാടിൻ്റെ ആവശ്യം ഈ ഘട്ടത്തിലില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം അതിൽ പുതുതായി ഒരു മാപ്പ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. പുതുതായി ഒരു മാപ്പ് ജനിക്കേണ്ട സാഹചര്യമൊന്നുമില്ല, അന്ന് പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നുമില്ല. അല്ല, 2016 ഇപ്പോഴും വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടിൽ, ഞങ്ങളുടെ ആശങ്കയിൽ ഒരു ക്ലാരിറ്റി കുറവുമില്ല. ഇപ്പോൾ 2016 ഇപ്പോൾ ജംസമരം ഉണ്ടാകുന്ന 2016 ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറായ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച സർവകലാശാലകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അന്നും ഉയർത്തിയ ആശങ്ക. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ലോകോത്തര സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസ് കേരളത്തിനകത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നു ഇല്ല. വിവിധങ്ങളായ തട്ടിക്കൂട്ട് സർവകലാശാലകൾ, വലിയ അക്കാദമിക് നിലവാരമില്ലാത്ത, ലാഭേച്ഛ മാത്രം പ്രതീക്ഷിച്ച് കടന്നു വരുന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിലെ 3 ലോക രാജ്യങ്ങൾക്കകത്ത് ആരംഭിക്കപ്പെട്ടിട്ടുള്ള വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ ഏതൊക്കെ എന്ന് പരിശോധിച്ചാൽ അത് നമുക്ക് വ്യക്തമാകും. ഈ ഘട്ടത്തിലും വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ നിലപാടിലൊരു മാറ്റമില്ല. ഏതെങ്കിലും തട്ടിക്കൂട്ട് സർവകലാശാലകൾ കേരളത്തിലേക്ക് കടന്നു വരേണ്ടുന്ന സാഹചര്യം നിലവിലില്ല. ഏറ്റവും മികച്ച, ലോകം അംഗീകരിച്ചിട്ടുള്ള, ഏറ്റവും മികച്ച നിലയിലുള്ള അക്കാദമിക സാഹചര്യങ്ങളുള്ള സർവകലാശാലകൾ, അത്തരം വിദേശ സർവകലാശാലകൾ കേരളത്തിൽ ഉൾപ്പെടെ ക്യാമ്പസ് തുറക്കുന്നതിൻ്റെ ഒരു സാധ്യതയും സാഹചര്യവും നിലവിൽ നമ്മുടെ മുൻപിലില്ല. അപ്പോൾ ഏത് സർവകലാശാലയാണ് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് അന്നും ഞങ്ങളുടെ ആശങ്ക. ഈ ഘട്ടത്തിലും ഞങ്ങളുടെ ആശങ്ക അത് തന്നെയാണ്. അതിനകത്തൊരു മാറ്റമില്ല. 2016 2025 അല്ല, നിലവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിദേശ സർവകലാശാലകളുടെ കടന്നുവരവിന് വഴിയൊരുക്കുന്ന നിലയിലേക്കൊരു നിലപാട്, ഇടപെടൽ ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടാണ്, രണ്ടാണ്. അപ്പോൾ വിദേശ സർവകലാശാലകളുടെ കടന്നുവരവ് സ്വാഗതം ചെയ്യുന്ന നിലയിലേക്കൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിട്ടില്ല.